പടുത്തു കിടക്കുന്ന മലലാരണ്യത്തിൽ കിടന്ന് നിലവിളിക്കുകയാ. എന്ത് പാപമാ ചെയ്തതെന്നറിയോ ചെറുപ്പക്കാരാ? എന്ത് തെറ്റാ ചെയ്തതെന്നറിയുമോ എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ? എന്ത് തെറ്റാ ചെയ്തത്? ഒരു പെണ്ണു കുളിച്ചുകൊണ്ടിരുന്നപ്പോ രണ്ടാമതൊന്ന് നോക്കിയതേ ഉള്ളൂ. രണ്ടാമതൊന്ന് നോക്കിയതിന്റെ പേരിൽ പടച്ചറപ്പേ ഖബറിനെ കുറിച്ച് നരകത്തെ കുറിച്ച് അള്ളാന്റെ മുന്നിൽ പോയി നിൽക്കുന്നത് ഓർത്തിട്ട് ഈ ചെറുപ്പക്കാരൻ 40 ദിവസമായിട്ട് പർവ്വതത്തിന്റെ ഉള്ളറയിൽ കിടന്ന് നിലവിളിക്കുകയാ. ഒരു ഭ്രാന്തനെ പോലെ നിലവിളിച്ചുകൊണ്ട് നടക്കുകയാണ്. ഉമർ തങ്ങൾ പറഞ്ഞു, സഅലബാ, നിന്റെ പാപം അല്ലാഹു പുറത്തു തന്നു, നിന്റെ തൗബ അല്ലാഹു സ്വീകരിച്ചു. മുത്തുനബി നിന്നെ വിളിച്ചു കൊണ്ടുപോകാൻ പറഞ്ഞിരിക്കുകയാണ്. ഞങ്ങളുടെ കൂടെ വാ സഅലബാ. ഉമർ തങ്ങൾ അവിടെ നിന്ന് പറയുമ്പോ സഅലബത്ത് ഇബ്നു അബ്ദുറഹ്മാൻ എന്ന് പറയുന്ന ചെറുപ്പക്കാരനുണ്ടല്ലോ, ഉമർ തങ്ങളുടെ കൈ പിടിച്ചിട്ട് കരയുന്നു. ഉമറേ, മുത്തുനബിയുടെ മുന്നിൽ എന്നെ കൊണ്ടുപോകരുത്, മുത്തുനബിയുടെ മുന്നിലേക്ക് എന്നെ കൊണ്ടുപോകരുത്. ഒരന്യ പെണ്ണിന്റെ ശരീരം കണ്ട ഈ കണ്ണുകൊണ്ട് റസൂലുള്ളാഹിനെ കാണുന്നതെങ്ങനാ? എന്നെ കൊണ്ടുപോകരുത്, ഞാൻ വരില്ല എന്ന് പറഞ്ഞ് നിലവിളിക്കുകയാ. ഉമർ തങ്ങൾ പറഞ്ഞു, നിന്നെ ഞാൻ കൊണ്ടുപോകും. സഅലബത്ത് അബ്ദുറഹ്മാൻ പറഞ്ഞു, എന്നെ കൊണ്ടുപോകണമെങ്കിലോ എന്റെ കാലിൽ കയറ് കെട്ടിയിട്ട് തലകീഴായി എന്നെ വലിച്ചുകൊണ്ടേ പോകാൻ പറ്റൂ. എന്നെ അങ്ങനെ കൊണ്ടുപോയാ മതി. എന്റെ പ്രിയമുള്ളവരെ, ഉമർ തങ്ങൾ പറഞ്ഞു, കഴിയില്ല, നിന്നെ അല്ലാഹുവിന്റെ റസൂലിന്റെ മുന്നിൽ ഞങ്ങൾ കൊണ്ടുപോകും. സഅലബത്ത് ഇബ്നു അബ്ദുറഹ്മാൻ പറഞ്ഞു, എങ്കിലോ എന്നെ നമസ്കരിക്കുന്ന സമയത്തെ കൊണ്ടുപോകാവൂ, എന്നെ പള്ളിയിലേക്ക് കൊണ്ടുപോകാവൂ. അവസാനം അവിടെ നിന്ന് സമ്മതിച്ചു. സൽമാൻ തങ്ങളും ഉമർ തങ്ങളും കൂടെ സഅലബത്ത് ഇബ്നു അബ്ദുറഹ്മാൻ എന്ന് പറയുന്ന ചെറുപ്പക്കാരനെ മുത്തുനബിയുടെ മുന്നിലേക്ക് കൊണ്ടുപോവുകയാണ്. രാത്രി മുഴുവനും സഞ്ചരിച്ചു. മസ്ജിദ് നബവിയിലെ സുബഹിന്റെ സമയത്താണ് എത്തുന്നത്. പള്ളിക്കകത്ത് നമസ്കാരത്തിന് ഇഖാമത്ത് കൊടുത്തു. സൽമാൻ തങ്ങളും ഉമർ തങ്ങളും എല്ലാവരും മുതുകൊടുത്ത് പള്ളിക്കകത്ത് കയറി. അല്ലാഹുവിന്റെ റസൂൽ നമസ്കരിക്കുകയാ. സഅലബത്ത് ഇബ്നു അബ്ദുറഹ്മാൻ എന്ന ചെറുപ്പക്കാരനുണ്ടല്ലോ, പള്ളിക്കകത്ത് നമസ്കരിച്ചു കൊണ്ടിരിക്കുമ്പോ അല്ലാഹുവിന്റെ റസൂൽ ഓതുന്ന സൂറത്ത് ഏതെന്നറിയോ? زرتم المقابر كلا سوف تعلمون ثم كلا سوف تعلمون. ഈ ആയത്ത് ഓതുമ്പോ സുബ്ഹാനല്ലാഹ് പള്ളിക്കകത്തങ്ങ് പിടഞ്ഞു വീഴുകയാ. സഅലബത്ത് ഇബ്നു അബ്ദുറഹ്മാൻ എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ അല്ലാഹുവേ പള്ളിക്കകത്ത് ബോധം കെട്ട് വീഴുകയാണ്. റബ്ബിന്റെ മുന്നിൽ പോകുന്ന ആയത്തോതുമ്പോ, മരണത്തിന് ശേഷമുള്ള ആയത്തോതുമ്പോ അവിടെ നിന്ന് പിടഞ്ഞു താഴെ വീണു. നമസ്കാരം കഴിഞ്ഞപ്പോ മുത്തുനബി ചോദിക്കുന്നു, ഉമറേ, സഅലബത്ത് ഇബ്നു അബ്ദുറഹ്മാൻ എവിടെ? നബിയേ, കിടക്കുന്നു നബിയേ. അല്ലാഹുവേ പള്ളിക്കകത്ത് തളർന്ന് കിടക്കുന്ന സഅലബയുടെ ചാരത്തേക്ക് അല്ലാഹുവിന്റെ പ്രവാചകനെ കടന്നു വന്നിട്ട് പറഞ്ഞു, സഅലബാ, അല്ലാഹു നിന്റെ തൗബ സ്വീകരിച്ചു, നിന്റെ പാപം അല്ലാഹു പുറത്തു തന്നിരിക്കുന്നു. ഇല്ല നബിയേ, എന്റെ പാപം അല്ലാഹു പൊറുക്കൂല. കാരണം ഞാൻ അത്രയ്ക്ക് വലിയ ദ്രോഹം ചെയ്ത വ്യഭിചാരിയാ, ഞാൻ വ്യഭിചരിച്ചവനാ നബിയേ, ഞാൻ വ്യഭിചാരം ചെയ്തവനാ നബിയേ. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞിട്ടും
സമാധാനമില്ല. പള്ളിക്കകത്ത് കിടന്ന് നിലവിളിക്കുകയാണ്, പൊട്ടിക്കരയുകയാണ്. പ്രവാചകൻ അവസാനം പറഞ്ഞു, പള്ളിയിൽ നിന്ന് വീട്ടിൽ കൊണ്ടുപോകാൻ. അവിടുന്ന് സഅലബാന വീട്ടിൽ കൊണ്ടുപോയി. ഒരു മാറ്റവുമില്ലടാ ചെറുപ്പക്കാരാ. വീടിന്റെ അകത്ത് കിടന്ന് കരച്ചലാ, വീടിന്റെ അകത്ത് കിടന്ന് നിലവിളിയാ. എന്തിനെ കുറിച്ച്? റബ്ബിനെ പേടിച്ചിട്ട് ഞാൻ പാപം ചെയ്തു പോയല്ലോ എന്ന് ഓർത്തിട്ട് വീടിന്റെ അകത്ത് കിടന്ന് രാപ്പകലുകൾ കരച്ചലാ. 8 ദിവസം കഴിഞ്ഞു, 8 ദിവസം കഴിഞ്ഞു. സൽമാൻ തങ്ങൾ വന്ന് പറയുന്നു, യാ റസൂലല്ലാഹ്, സക്കറാത്തിന്റെ അവസ്ഥയിലാണ് നബിയേ. സഅലബയുടെ കരച്ചൽ ഇപ്പോഴും മാറിയിട്ടില്ല നബിയേ. ഒന്ന് സമാധാനിപ്പിക്ക് നബിയേ, ഒന്ന് സമാധാനിപ്പിക്ക് നബിയേ. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടുന്ന് സഅലബത്ത് ഇബ്നു അബ്ദുറഹ്മാൻ എന്ന് പറയുന്ന ചെറുപ്പക്കാരന്റെ വീട്ടിലേക്ക് കടന്നു പോകുമ്പോ കരഞ്ഞ് 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 മരണത്തോട് മല്ലടിച്ചുകൊണ്ട് കിടക്കുകയാണ്. മുത്തുനബി അടുത്ത് ചെന്നു, അല്ലാഹുവിന്റെ റസൂൽ അടുത്ത് ചെന്നു. സഅലബയുടെ തലയെടുത്ത് മടിയിൽ വെച്ചു. അല്ലാഹുവിന്റെ റസൂലിന്റെ മടിയിലേക്ക് തലയെടുത്ത് വെക്കുമ്പോ സഅലബ തലയങ്ങ് താഴേക്ക് വലിച്ചിടുകയാ. മുത്തുനബിയുടെ മടിയിൽ വെച്ച തലയെടുത്ത് അങ്ങ് താഴേക്ക് ഇടുകയാ. അല്ലാഹുവിന്റെ റസൂൽ ചോദിക്കുന്നു, സഅലബ, എന്തിനാ നീ തലയങ്ങ് താഴേക്കെടുത്ത് മാറ്റിയത്? എന്റെ മടിയിൽ തലവെക്കാൻ എല്ലാരും ഇഷ്ടപ്പെടുവല്ലോ, എന്തിനാ ഈ മരിക്കുന്ന സമയത്ത് എന്റെ മടിത്തട്ടിൽ നിന്ന് തലയെടുത്ത് താഴെയിട്ടതെന്ന് ചോദിക്കുമ്പോ സഅലബത്ത് ഇബ്നു അബ്ദുറഹ്മാൻ എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ പറയുന്നു, നബിയേ, അതിനുള്ള അർഹത എനിക്കില്ല നബിയേ. അങ്ങയുടെ മടിയിൽ കിടന്നു മരിക്കാൻ, അങ്ങയുടെ മടിയിൽ തലവെക്കാൻ എനിക്കെന്ത് യോഗ്യതയാ? ഒരു പെണ്ണ് കുളിച്ചോണ്ട് നിന്നപ്പോ ഞാൻ നോക്കിയില്ലേ നബിയെ? ഞാൻ വ്യഭിചരിച്ചവനല്ലേ നബിയെ? അങ്ങ് പറഞ്ഞു വിട്ടപ്പോ ഒരു പെണ്ണിന്റെ വീട്ടിൽ ചെന്നിട്ട് ഒരു പെണ്ണ് കുളിച്ചുകൊണ്ടിരുന്നപ്പോ ഞാൻ രണ്ടാമതും നോക്കിയ ദ്രോഹിയാ നബിയെ. അങ്ങയുടെ മടിയിൽ കിടക്കാൻ എനിക്ക് യോഗ്യതയില്ല, അങ്ങയുടെ മടിയിൽ കിടക്കാൻ എനിക്ക് യോഗ്യതയില്ല. ചെറുപ്പക്കാരാ, ചിന്തിക്കടാ. ഒരു പെണ്ണ് കുളിച്ചുകൊണ്ടിരുന്നപ്പോ രണ്ടാമതൊന്ന് നോക്കിയതിന്റെ പേരിൽ നിന്നെ പോലെ വികാരമുള്ള, വിചാരമുള്ള, മോഹങ്ങളുള്ള, സ്വപ്നങ്ങളുള്ള അല്ലാഹുവേ, സഅലബത്ത് ഇബ്നു അബ്ദുറഹ്മാൻ എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ ഇതുപോലെ നിലവിളിച്ചെങ്കിൽ എന്റെയും നിന്റെയും ഗതി എന്തേ ചിന്തിക്കാത്തത്? ചെയ്തു കൂട്ടിയ പാപങ്ങൾക്ക് വല്ല കണക്കുണ്ടോ മക്കളെ? വ്യഭിചരിച്ചില്ലേടാ? എന്തെല്ലാം പാപങ്ങൾ ഞാനും നിങ്ങളും ചെയ്തു വെച്ചിട്ടുണ്ട്. ഞാനും നിങ്ങളും പടച്ചവരെ എത്രയോ ദ്രോഹങ്ങൾ ജീവിതത്തിൽ ചെയ്തു വെച്ചിട്ടുണ്ട്. ഇന്ന് വരെ ഒന്ന് ചിന്തിച്ചിട്ടുണ്ടോ? ഇന്ന് വരെ ദുആ ചെയ്യുമ്പോ നിന്റെ കണ്ണൊന്ന് നിറഞ്ഞിട്ടുണ്ടോ? അല്ലാഹുവിന്റെ മുന്നിൽ ഞാനും നിങ്ങളും പോയി നിൽക്കേണ്ടവരല്ലേ? എന്തേ ചിന്തിക്കാത്തത്? മരണത്തെ കുറിച്ച് ആലോചിക്കാത്തത്? അല്ലാഹുവിന്റെ മുന്നിൽ പോയി പരലോകത്ത് വിചാരണയ്ക്ക് നിൽക്കേണ്ടവനല്ലേ? ഈ ഓർമ്മ എന്തേ മക്കളെ ഇല്ലാതെ പോയത്? അതുകൊണ്ട് എന്റെ ചെറുപ്പക്കാരാ, അല്ലാഹുവേ, സഅലബത്ത് ഇബ്നു അബ്ദുറഹ്മാനിന്റെ തലയെടുത്ത് മടിയിൽ വെച്ചു. അല്ലാഹുവേ, തലയങ്ങ് താഴെയിട്ടു. അവിടുന്ന് പറഞ്ഞു, നബിയെ, അർഹതയില്ല. ഈ ദ്രോഹിയായ എനിക്ക് അങ്ങയുടെ മടിയിൽ തലവെക്കാൻ യോഗ്യതയില്ല. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, സഅലബ, പരിശുദ്ധമായ ഖുർആനിലെ ഒരായത്ത് ഞാൻ പറഞ്ഞു തരാ. നിന്റെ പാപം മുഴുവനും പൊറുക്കാൻ, നിന്റെ പാപങ്ങൾ മുഴുവനും പൊറുക്കാൻ അല്ലാഹുവിന്റെ ഖുർആനിലെ ഒരായത്ത് ഞാൻ പറഞ്ഞു തരട്ടെ. നിന്റെ പാപം പൊറുക്കും സഅലബ. നബി അവിടെ ഒരായത്ത് പറഞ്ഞു കൊടുക്കുകയാ. അതാ എനിക്ക് നിങ്ങളോടും പറയാനുള്ളത്. ഈ ആയത്ത് പാപം കഴുകാനുള്ളതാണ്. ഇന്ന് വരെ ചെയ്ത പാപങ്ങൾ മുഴുവനും എന്റെ പ്രിയമുള്ളവരെ നമുക്ക് ഈ സ്വർഗത്തിലെ, ഭൂമിയിലെ സ്വർഗത്തിൽ ഇവിടെ കഴുകി അങ്ങ് കളയാ. ഇഖ്ലാസോടുകൂടി, തൗബ ചെയ്യുന്ന മനസ്സോടുകൂടി അല്ലാഹുവിന്റെ മുന്നിൽ ഈ പാപം മുഴുവനും കഴുകി കളഞ്ഞിട്ട് നമുക്ക് പിരിയാ. ഇനി കാണാൻ പറ്റുമോ അറിയില്ലല്ലോ.
ഇന്നലെ കണ്ടവനെ ഇന്ന് കാണാത്ത ദുനിയാവാണല്ലോ. അപ്പാ എത്ര പേരുടെ മയ്യത്ത് കുളിപ്പിച്ചു, എത്ര പേരെ പള്ളിപ്പറമ്പിൽ കൊണ്ടുപോയി കബറടക്കി. അതുകൊണ്ട് സഹോദരാ, എപ്പോഴെവിടെ വെച്ചാ മരണം വരുന്നതെന്നറിയില്ല. അതുകൊണ്ട് അള്ളാന്റെ മുന്നിൽ പശ്ചാത്തപിച്ചിട്ട് മടങ്ങാ, അല്ലാഹുവിന്റെ മുന്നിൽ തൗബ ചെയ്തിട്ട് മടങ്ങാ. സഅലബത്ത് ബിൻ അബ്ദുറഹ്മാൻ എന്ന ചെറുപ്പക്കാരൻ അവിടെ കിടന്ന് ഖുർആനിന്റെ ആയത്തോതി അവസാനം മുത്തുനബിയുടെ മടിത്തട്ടിൽ കിടന്ന് സ്വർഗ്ഗം കണ്ട് യാത്രയായെന്ന് ചരിത്രം പറയുമ്പോ നമുക്ക് അല്ലാഹുവിന്റെ മുന്നിൽ 2020 ഒന്നാമത്തെ രാത്രി പടച്ച റബ്ബിന്റെ മുന്നിൽ പാപങ്ങൾ മുഴുവനും കഴുകി വെച്ചിട്ട് ഇനി നമുക്കൊരു നല്ല മനുഷ്യനാകാ, അല്ലാഹു ഇഷ്ടപ്പെട്ട അടിമയാകാ. എന്റെ ചെറുപ്പക്കാരാ, തൗബ ചെയ്തിട്ട് പിരിഞ്ഞോ മോനെ. കാരണം എപ്പോഴെവിടെ വെച്ചാണ് മരണം വരുന്നതെന്നറിയില്ല. തുഅമ്മീലു ഫിദ്ദുനിയാ തവീലം വലാ തദ്രി ഇലാ ജന്ന ലൈലുൻ ഹൽ തഈശു ഇലൽ ഫജ്രി വകം മിൻ സ്വഹീഹിൻ മാത മിൻ ഗൈരി ഇല്ലതി വകം മിൻ മരീദിൻ ആസ ദഹറൻ അലാ ദഹരി. മോനെ, ഇന്നലെ കണ്ടവനെ ഇന്ന് കാണുന്നില്ല, രാവിലെയുള്ളവന് വൈകുന്നേരം തികയ്ക്കുന്നില്ല, രാത്രിയിൽ കിടന്നവന് രാവിലെ എഴുന്നേക്കുന്നില്ല. ഒരു രോഗവുമില്ലാത്തവർ പെട്ടെന്ന് വീണു മരിക്കുന്നടാ ചെറുപ്പക്കാരാ. അതുകൊണ്ട് മക്കളെ, ഇന്ന് മരിച്ചാ സ്വർഗവാ. ഇന്നിവിടെ നിന്ന് തൗബ ചെയ്തിട്ട് പോകുന്ന വഴിയിലെങ്ങും മരിച്ചു പോയാ നാളെ നിന്റെ വീട്ടുകാര് മുഴുവനും നിന്നെ കുളിപ്പിക്കുമല്ലോ. വീടിന്റെ പരിസരത്തെടുത്ത് മലർത്തിക്കിടത്തിയിട്ട് ചെറിയ ചൂടുള്ള വെള്ളത്തിൽ നിന്നെ കുളിപ്പിച്ചു. എന്നിട്ടെല്ലാവരും വീടിന്റെ അകത്ത് ഒരുക്കി വെച്ചിരിക്കുന്ന സ്ഥലത്ത് കൊണ്ടുവന്ന് മലർത്തിക്കിടത്തിയിട്ട് 3 കഷ്ടം വെള്ള തുണിയിലേക്ക് നിന്നെ കടത്തിയിട്ട് മൂക്കിന്റെ ദ്വാരം പഞ്ഞി കൊണ്ടടയ്ക്കുന്നേ. കാണേണ്ടവർ കണ്ടോ, ഇതാ പൊതിയുന്നേ. മയ്യത്തുകട്ടിൽ തോളിലേക്കുയരുന്നേ. പുരയ്ക്കുള്ളിലപ്പോൾ രോദനം ഉയരുന്നേ. അരുമക്കിടാങ്ങൾ വാപ്പയെ വിളിക്കുന്നേ. അതിനുത്തരം നൽകാതെ നീ കിടക്കുന്നേ. ഓർക്കടാ ചെറുപ്പക്കാരാ, വീടിന്റെ അകത്ത് നിന്ന് വെള്ള തുണിയിൽ പൊതിഞ്ഞിട്ട് പള്ളിപ്പറമ്പിലേക്ക് കൊണ്ടുപോകുന്ന രംഗം നിനക്ക് ഓർമ്മ വരട്ടെ. അത് നാളെയാണെങ്കിൽ മോനെ രക്ഷപ്പെടണ്ടേ ചെറുപ്പക്കാരാ. അതുകൊണ്ട് അല്ലാഹുവിന്റെ മുന്നിൽ ആത്മാർത്ഥമായിട്ട് ഈ ഖുർആനിലെ ഒറ്റ ആയത്തോതി നമുക്ക് തൗബ ചെയ്തു പിരിയാ. അല്ലാഹുവേ, ഞങ്ങളുടെ പാപങ്ങൾ നീ പുറത്തു തരണേ അല്ലാ, പുറത്തു തരണേ അല്ലാ. ഞങ്ങളുടെ തൗബ നീ സ്വീകരിക്കണേ അല്ലാ. അല്ലാഹു നമുക്ക് തൗബ ചെയ്തു പിരിയാൻ ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, നിങ്ങൾക്കറിയാം, എനിക്കറിയുന്നതിനേക്കാളും നല്ലതുപോലെ ഈ സംഘടനയെ കുറിച്ച് നിങ്ങൾക്കറിയാം. എന്റെ പ്രിയമുള്ളവരെ, ശംസുൽ ഉലമ സ്കൂള്, എന്റെ പ്രിയപ്പെട്ടവരെ, 5 പൈസ പോലും വാങ്ങാതെ ഫ്രീ ആയിട്ട് വിദ്യാർത്ഥികൾക്ക് പഠനം നടത്തി കൊടുക്കുക. ഒരുപാട് കുട്ടികൾ കൂടുതൽ. എന്റെ പ്രിയപ്പെട്ടവരെ, സൗകര്യം വളരെ കുറവാണ്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, അൽഹംദുലില്ലാ, ഉസ്താദെ ഈ പരിപാടിയിൽ നിന്ന് എന്ത് കിട്ടിയാലും ഉസ്താദെ ആ സ്കൂള് പണിയുന്നതിന് വേണ്ടി അൽഹംദുലില്ലാ കുറച്ച് അള്ളാഹു ഇഷ്ടപ്പെട്ട ഒരടിമ കുറച്ചു ജാഗ കൊടുത്തു. നിങ്ങളുടെ എല്ലാവരുടെയും പലരുടെയും സഹായങ്ങൾ കൊണ്ട് അതിന്റെ താഴത്തെ സ്ട്രെച്ചർ വരെ പണിതിട്ടു. ഇനി അതിന്റെ മുകളിലേക്ക് കെട്ടുക എന്ന വലിയൊരു നല്ല നിയ്യത്തോടു കൂടിയായി സംഘാടകർ ഈ പരിപാടി വെച്ചത്. 5 പൈസ പോലും ഒരാളുടെ കയ്യിൽ നിന്ന് വാങ്ങാതെ എന്റെ പ്രിയപ്പെട്ടവരെ ഇൽമു പഠിപ്പിക്കാൻ, അവിടെ നിന്ന് ദീൻ പഠിപ്പിക്കാൻ, വിദ്യാർത്ഥികൾക്ക് പഠനം പഠിപ്പിച്ചു കൊടുക്കാൻ, മദ്രസ
മദ്രസ വിദ്യാഭ്യാസം വലിയ പ്രാധാന്യമുള്ള കാര്യമാണല്ലോ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതിൻ്റെ മുകളിലേക്ക് 4-5 ഫില്ലറുകൾ വെച്ച് അൽഹംദുലില്ലാഹ് വലിയ AC റൂമൊന്നുമല്ലെങ്കിലും എൻ്റെ പ്രിയപ്പെട്ടവരെ അതിൻ്റെ പണികളൊന്ന് പൂർത്തീകരിക്കണമെന്ന് അവർക്ക് ആഗ്രഹമുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ ആഗ്രഹം അല്ലാഹു സാധിപ്പിച്ചു കൊടുക്കുമാറാകട്ടെ. വേദിയിലും പുറത്തും ഇരിക്കുന്ന ഒരുപാട് സമ്പന്നന്മാരുണ്ട്. നിങ്ങൾക്ക് അല്ലാഹു തന്നതിൽ നിന്നൊരൽപ്പം നിങ്ങൾക്ക് കൊടുക്കാൻ കഴിഞ്ഞാൽ, പടച്ചുറപ്പ് നിങ്ങൾക്ക് തന്നതിൽ നിന്നൊരൽപ്പം നല്ല കാര്യത്തിന് വേണ്ടി നിങ്ങൾക്ക് മാറ്റിവെക്കാൻ കഴിഞ്ഞാൽ ഒരു വലിയൊരു സമൂഹമാണ്. അൽഹംദുലില്ലാഹ്. അല്ലാഹു നിങ്ങൾക്ക് തരാമെന്ന് പറഞ്ഞ ഒരു പ്രതിഫലം ഞാൻ മാത്രം പറയാം. അല്ലാഹു നിങ്ങൾക്ക് തരാമെന്ന് പറഞ്ഞ പ്രതിഫലം മരിക്കുന്ന സമയത്ത് അല്ലാഹു നിങ്ങൾക്ക് കാണിച്ചു തരും. ബഹുമാനായ ജബ്ബാർ ഉസ്താദ് അൽഹംദുലില്ലാഹ് മഹാനവറുകൾ അവിടെ നിന്ന് ഇവർക്ക് കൊടുത്തു. നിങ്ങൾ അതിന്റെ കാര്യങ്ങളൊക്കെ നടക്കട്ടെ തുടങ്ങാൻ. ശംസുൽ ഉലമ അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെയൊക്കെ ബർക്കത്ത് കൊണ്ട് നമ്മളെ രക്ഷപ്പെടുത്തുമാറാകട്ടെ. ആ മഹാന്റെ പേരിലാണ് എൻ്റെ പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് ഈ സ്ഥാപനം, ഇവിടെ നടക്കുന്ന ഈ സ്കൂള്, അതിന്റെ ബിൽഡിങ്ങിന്റെ പണി അൽഹംദുലില്ലാഹ് നിങ്ങൾ ഏറ്റെടുക്കണം. ഇന്നത്തെ ഈ സദസ്സോടുകൂടി നിങ്ങളെ കൊണ്ട് കഴിയുന്ന രീതിയിൽ, ഒരാൾക്ക് പരിപൂർണമായി കെട്ടിക്കൊടുക്കാനുള്ള പണക്കാരൊക്കെ ഉണ്ട്, പക്ഷെ ഞാൻ നിർബന്ധിക്കുന്നില്ല. നിങ്ങളിൽ കൊണ്ട് കഴിയുന്ന രീതിയിൽ പലതുള്ളി പെരുവെള്ളം എല്ലാവർക്കും പ്രതിഫലം വേണം. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് ഇന്നത്തെ ദിവസം അതിന്റെ കാര്യത്തിൽ ഒരു തീരുമാനമെടുക്കണം. ആരും എഴുന്നേറ്റ് ഓടണ്ട. തന്നാലും തന്നില്ലെങ്കിലും വേണ്ട. ഞാൻ പറയുന്നത്, നീ വിചാരിച്ച സദഖ കൊടുക്കാൻ പറ്റൂല. അതിന് അല്ലാഹു ഇഷ്ടപ്പെടണം. അല്ലാഹു ഇഷ്ടപ്പെട്ടവർക്ക് സദഖ കൊടുക്കാൻ പറ്റൂ. പോക്കറ്റിൽ കിടക്കണ 1 രൂപ എടുക്കണമെങ്കിൽ നീ വിചാരിച്ചാ പോരാ, അല്ലാഹു വിചാരിക്കണം. 70 ശൈത്താനെ പരാജയപ്പെടുത്തണം. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് നിങ്ങൾ തീരുമാനിക്കുക. അല്ലാഹു ഇഷ്ടപ്പെട്ട സ്വർഗത്തിന്റെ അവകാശികൾ, നീ മരിക്കുമ്പോ സ്വർഗം കണ്ടിട്ടേ മരിക്കൂ. എനിക്ക് അത്രയേ പറയാനുള്ളൂ. ആരൊക്കെ മനസ്സറിഞ്ഞുകൊണ്ട് കൊടുക്കുന്നു അവർ മുഴുവനും മരിക്കുന്ന സമയം സ്വർഗം കണ്ടിട്ടേ മരിക്കൂ. അല്ലാഹു അതിനുള്ള ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് 2020 ജനുവരിയുടെ 1-ാമത്തെ രാത്രി ഒരു നന്മ കൊണ്ട് തുടങ്ങാം, ഒരു നന്മ ചെയ്തുകൊണ്ട് തുടങ്ങാം. അല്ലാഹുവേ, ഈ സദസ്സിൽ ഇരിക്കുന്നതിൽ സ്വർഗത്തിന്റെ അവകാശികൾ ആരാണെന്ന് എനിക്കറിയില്ല. അല്ലാഹുവേ, നിനക്കറിയാം. നീ അവരെ തെരഞ്ഞെടുക്കണേ തമ്പുരാനെ. അതുകൊണ്ട് സ്വർഗത്തിന്റെ അവകാശികൾ അല്ലാഹു തന്നെ തെരഞ്ഞെടുക്കട്ടെ. നിങ്ങളൊരു 3 സ്വലാത്ത് പറ. സ്വല്ലല്ലാഹു من يهده الله فلا